കോമടാ ആ കലക്കി മാങ്ങേ ഇത് നമ്മുടെ ഉണ്ണി കൊണ്ടുവന്നല്ലേ വലിയ മകൻ ഉണ്ണി കൊണ്ടുവന്നല്ലേ ഇതോടെ ചിങ്ങഞ്ചേരി പോയിട്ട് വരുമ്പോ ഇന്നലെ പോയിട്ട് വരുമ്പോ അവിടുന്ന് കൊണ്ടുവന്നതാണ്. എന്താ മാങ്ങ അല്ലേ? കണ്ടില്ലേ? ഇത് ശരിക്കും മൂവാണ്ടനാണ് തോന്നുന്നു. മൂവാണ്ടന അതോ ഗുണ്ടുമാങ്ങയോ? ഗുണ്ടുമാങ്ങയോ എന്തോ. നമ്മൾക്ക് മാങ്ങനെ പറ്റി നമ്മുടെ മാവിലൊക്കെ പോയില്ലേ, മുറിഞ്ഞു പോയില്ലേ? ഈ വർഷത്തെ ആദ്യത്തെ മാങ്ങപ്പഴം അല്ലേ? അതെ, ആദ്യത്തെ മാങ്ങപ്പഴം. അതായത് എന്തറിയോ? അതെ, മാമ്പഴം തിന്നു കഴിയുമ്പോ ടേസ്റ്റാ, തിന്നു കഴിയുമ്പോൾ ടേസ്റ്റാ, തിന്നു കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റാ, തിന്നു കഴിഞ്ഞാൽ തൊലി വേസ്റ്റാ. പച്ചമാങ്ങ തിന്നു കഴിഞ്ഞാൽ പുളിയാ, പച്ചമാങ്ങ തിന്നു കഴിഞ്ഞാൽ പുളിയാ, തിന്ന് കഴിഞ്ഞാൽ ചുണ്ട് കളിയാ, മുഖവും ചുണ്ടും നല്ല കളിയാ. പുളിച്ചിട്ട് എങ്ങനെ? അതാണ് മാങ്ങയ്ക്ക് രണ്ട് ഗുണമുണ്ട്. മനുഷ്യനെ പോലെ തന്നെ, മനുഷ്യന്റെ അതേ കാണുമ്പോ മാങ്ങ നല്ല അഴക്, തിന്നു കഴിയുമ്പോ പച്ചയ്ക്ക് നല്ല പുളിപ്പ്, അണ്ടിയോടെടുക്കുമ്പോൾ മാങ്ങന്റെ പുളി അറിയാന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണെങ്കിലും പഴുത്താലോ പഴുത്ത നല്ല മധുരമാണ്. ഇത് മനുഷ്യന്റെ അവസ്ഥ. സ്വത്തും മുതലും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനുഷ്യന് നല്ല ബഹുമാനം കാണും. ഒന്നുമില്ലെങ്കിലോ ഒരു ചുക്കും ഉണ്ടാവില്ല. മാങ്ങപ്പഴം പോലെ തന്നെ എന്തറിയോ, തിന്നുമ്പോ നല്ല ടേസ്റ്റ്, തിന്നു കഴിഞ്ഞാൽ വേസ്റ്റ് എന്ന പോലെ എല്ലാ കാര്യവും തന്നെയാണ്. അതാണ് മാങ്ങപ്പഴം. ഇത് നമ്മുടെ ഉദാഹരണം. ഒന്ന് കടിക്ക്, എങ്ങനെ നോക്ക്, പിള്ളേരും കൊടുക്ക്. അമ്മ ഒന്നാ കുഞ്ഞാ എല്ലാരും പേര്. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ വിഷു കഴിഞ്ഞിട്ട് പോലും നമ്മൾക്ക് മാങ്ങപ്പഴം കിട്ടിയില്ല. ഇതിപ്പോഴാ കിട്ടിയത് 3 എണ്ണം. അതിനിപ്പോ കീറി കൊച്ചുമക്കൾക്കൊക്കെ കൊടുക്കുകയാണ്. എന്താണെങ്കിലും മാങ്ങപ്പഴം കുഞ്ഞാവാ നല്ല ടേസ്റ്റ് ഇല്ലേ? മധുരം പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര, ഈ മാവിന്റെ ചോട്ടിൽ പഞ്ചസാരയോ തേനോ, എല്ലാരും വരും മാങ്ങ കഴിക്കാൻ. ഈ മാവിന്റെ ചോട്ടില് പഞ്ചസാരയോ തേനോ ചേർത്തിട്ടാണ് മാവിന് വളർത്തിയത്. നല്ല മധുരമുണ്ട്. നിങ്ങളും കഴിച്ചിട്ടുണ്ടാവും. വന്നാലും തരാം. വളരെ നന്നായിട്ടുണ്ട്. സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഇതൊരു കാഴ്ച നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തന്നതാണ്. എന്താ കാരണം അറിയോ? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് എന്റെ പ്രിയ കാണികൾക്ക് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.